മാമാങ്കം എന്ന ചിത്രത്തോടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ആളാണ് വേണു കുന്നപ്പള്ളി. വിദേശത്തെ ബിസിനസ് വിജയിച്ച് വേണുവിന് ആദ്യ ചിത്രമായ മാമാങ്കത്തിൽ കാലടേറിയിരുന്നു. എന്നാൽ പിന്നീടങ്ങോട്ട് മികച്ച കഥകൾ തിരഞ്ഞെടുത്ത് നിർമ്മിച്ച ഇൻഡസ്ട്രിയിൽ തൻ്റെതായ സ്ഥാനം സ്വന്തമാക്കി. രേഖാചിത്രം 2018 തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചത് വേണുവായിരുന്നു. കരിയറിൽ താൻ ഉപേക്ഷിക്കേണ്ടി വന്ന മികച്ച പ്രോജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് വേണു കുന്നപ്പള്ളി. മോഹൻലാലിനെ നായകനാക്കി ഭദ്രൻ സംവിധാനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വന്നെന്നും ഗംഭീര കഥയായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. 2024 സമയത്തായിരുന്നു ഞാൻ ആ കഥ കേൾക്കുന്നത്. ആക്ഷൻ ജോണറിലുള്ള കഥയായിരുന്നു. ഭദ്രൻ സാറിൻ്റെ കഥയെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി എത്രത്തോളം എന്നുണ്ടെന്ന് അറിയാലോ. ആക്ഷനും ഇമോഷനും ഒക്കെ ഉള്ള കഥയായിരുന്നുവെന്നും അതിൻ്റെ ബജറ്റ് കൂടുതലായിരുന്നു. അതിൽ എനിക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു. ഇത്രയും ബജറ്റ് ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. ആ കഥയെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മുമ്പ് കാണാത്ത തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സബ്മറൈനും അതുപോലുള്ള സംഗതികളും എല്ലാം കഥയായിരുന്നു അത്. ലാസാറിനും എനിക്കും കഥ വർക്കായിരുന്നു. പക്ഷേ റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ലായിരുന്നു എന്ന് വേണു കുന്നപ്പള്ളി പറഞ്ഞു. പിന്നീട് ആ പ്രോജക്റ്റിലേക്ക് മറ്റു ചില നിർമ്മാതാക്കൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായെന്നും എന്നാൽ അവരുമായി ഒത്തുപോകാൻ തനിക്ക് സാധിച്ചിരുന്നില്ലെന്നും വേണു കൂട്ടിച്ചേർത്തു. ആ കഥയ്ക്ക് ഇപ്പോഴും സ്കോപ്പ് ഉണ്ടെന്ന്, എന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ കഥയെപ്പറ്റി എന്നോട് ആദ്യം പറഞ്ഞത്. ഒരു കഥയുണ്ട്, ലാലേട്ടന് വേണ്ടി എഴുതിയ കഥയാണ്. ഭദ്രൻ സാറാണ് അതിൻ്റെ റൈറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും ലാലേട്ടനും ഒരേ ബിൽഡിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു ആ കഥ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഈ ഒരു കാരണം കൊണ്ട് ആ പ്രോജക്റ്റ് നടക്കാതെ പോയി എന്ന് വേണു കുന്നപ്പള്ളി പറഞ്ഞു.